ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ മുട്ടക്കറിയാണ്, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. ഞാൻ ഇവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു വലിയ ഉള്ളി, പിന്നെ 1-ാം പാൽ 2-ാം പാൽ, ഇത്രയും റെഡിയാക്കിയിട്ട് വയ്ക്കുക. പിന്നെ ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കും. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 2 കൊളുന്ത് കറിവേപ്പില അതിലേക്ക് ഇടും. എന്നിട്ട് അതൊന്ന് മൂപ്പിക്കുക. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു 3 പച്ചമുളക് ഇടും. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇടും. എന്നിട്ട് അതും ഒന്ന് മൂപ്പിക്കുക, നല്ല മണം വരുന്നവരെ. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് അത് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ആഡ് ചെയ്യും. അതിനി നല്ല സോഫ്റ്റ് ആവുന്നവരെ വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപ്പ് ചേർക്കും, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കും, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2-ാം പാൽ അതിലേക്ക് ഒഴിക്കും. 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിക്കാവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇടും. ഞാൻ സൈഡൊക്കെ സ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട്, കറി അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് മസാല. എന്നിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് കറിയിൽ ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 1-ാം പാൽ ചേർക്കും. എന്നിട്ട് 2 മിനിറ്റ് 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് ഓഫാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത് ചപ്പാത്തീൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. Please like, share, comment and subscribe. Thank you for watching.